തീർച്ചയായിട്ടും ഇത് CPM-ന്റെ അവരുടെ അധികാര രാഷ്ട്രീയത്തിന്റെയും അവരുടെ ഭരണ രാഷ്ട്രീയത്തിന്റെയും അവരുടെ ചെയ്തികളാണ്. ഇത് ഇതിനു മുമ്പും CPM-ൽ ഇതിനു മുമ്പും CPM-ന്റെ ഈ ഒളിക്യാമറ വിവാദം ഉണ്ടായ കാര്യത്തിൽ CPM നടപടിയെടുത്ത ആളുകളൊക്കെ ഇന്ന് CPM-ന്റെ നേതാക്കന്മാരല്ലേ? അവരൊക്കെ തന്നെയാണ് CPM-ന്റെ ഇന്നത്തെ ജില്ലയിലെ നേതാക്കന്മാർ. ആ നേതാക്കന്മാർ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അത് നേരത്തെ എന്താണോ ചെയ്തത് അത് വീണ്ടും ജില്ലയിൽ ആവർത്തിക്കുകയാണ്. MV ഗോവിന്ദൻ മാഷിന്റെ സംസ്ഥാന സെക്രട്ടറിയായി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിനിധികൾ മാത്രം പങ്കെടുത്ത യോഗത്തിൽ അടച്ചിട്ട മുറിയിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളല്ലേ വാർത്ത കൊടുത്തത്, എന്താ പറഞ്ഞത്? അധികാരത്തിന് വേണ്ടി പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നേതാക്കന്മാരാണ് CPM-ന്റെ ജില്ലയിലെ നേതാക്കന്മാർ. ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണ്. അപ്പോൾ അങ്ങനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ആളുകൾ സ്വന്തം സഹപ്രവർത്തകർക്കെതിരായി ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടാക്കി അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യിപ്പിച്ച് മറ്റുള്ളവർക്ക് അടിക്കാനുള്ള ഒരു വടിയാക്കിയിട്ട് കൊടുക്കുന്നത് CPM നേതൃത്വമാണ്. ആ നേതൃത്വമാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ അതേ CPM നേതൃത്വമാണ് ജില്ലയിലെ CPM-ന്റെ നേതൃത്വം എന്ന് പറയുന്നത്. ആ നേതൃത്വമാണ് പരിശോധന നടത്തേണ്ടത്. എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയല്ല, അത് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് CPM നേതൃത്വമാണ് ആത്മപരിശോധന നടത്തേണ്ടത്. കോൺഗ്രസ് അല്ല, കോൺഗ്രസ്സുകാരല്ല. പിന്നെ സൈബർ ഇടങ്ങളിൽ എഴുതുന്ന ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എവിടെയെങ്കിലും നമുക്ക് എവിടെ നിയന്ത്രിക്കാൻ സാധിക്കുക? ഏത് പാർട്ടിക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവരെല്ലാവരും നിയന്ത്രിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനൊരു അച്ചടക്കം കൊണ്ടുവരുന്നുണ്ട്. ആ അച്ചടക്കം വളരെ കൃത്യമായി ഞാൻ മാധ്യമപ്രവർത്തകരോട് അടക്കം പറഞ്ഞു. ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പദവികളിൽ ഇരിക്കുന്ന ആളുകളും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവരൊരു അച്ചടക്കം പാലിക്കേണ്ടതാണ്. ആ അച്ചടക്കം പാലിക്കണം എന്ന് നമ്മൾ പൊതുവിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ആരുടെയും മെക്കിട്ട് കയറാനുള്ള ഒരു ഉപകരണമാക്കി സാമൂഹ്യ മാധ്യമത്തെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. CPM-ന്റെ ജില്ലയിലെ നേതൃത്വമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അവർ ആത്മപരിശോധന നടത്തിയല്ല, അവർ നടപടിയെടുക്കാൻ വേണ്ടത്. അന്വേഷണം നടത്തി നടപടിയെടുക്കുക. നേരത്തെ അന്വേഷണം നടത്തി നടപടി എടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ അന്വേഷണം നടത്തി നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിൻ്റെ മെക്കിട്ട് കുതിര കയറാനും അത് പ്രതിപക്ഷ നേതാവിൻ്റെ മെക്കിട്ട് കുതിര കയറാനും അതിനൊന്നും ഇതിനെ ഉപയോഗിക്കേണ്ട. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് പറവൂരിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഷൈൻ ടീച്ചർ പറഞ്ഞ ഈ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏത് രീതിയിലാണ് പറവൂരിലെ ജനങ്ങൾ കാണുന്നതെന്ന് ഷൈൻ ടീച്ചറോട് ചോദിക്കും. ജനങ്ങൾ നേതാക്കൾ ഈ പ്രചാരണത്തിന് കൂട്ടുന്നില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ വക്താക്കളായ യുവ നേതാക്കളിൽ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചിലർ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടി നിർദ്ദേശാനുസരണമാണോ ഈ ഡിലീറ്റ് സംഭവം നടന്നിട്ടുള്ളത്? അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. വേറെ എവിടെയാണ് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ സൈബർ ഹാൻഡിലുകൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അവിടെ എവിടെയെങ്കിലും നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അവർ പറയട്ടെ. അവർ പറഞ്ഞല്ലോ, കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ പേര് പറയട്ടെ, ആരാണ് അവരോട് പറഞ്ഞതെന്ന് അവർ പേര് പറയട്ടെ. അവർക്ക് എന്താ പേര് പറയാൻ ബുദ്ധിമുട്ട്? അവർ പേര് പറയണ്ടേ? അവരങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒളിച്ചു നിർത്തിയല്ലല്ലോ പറയേണ്ടത്. അവർ പേര് പറയണ്ടേ? ആരാണ് അവരോട് പറഞ്ഞത്? ഏത് നേതാവാണ് അവരോട് പറഞ്ഞത്? അങ്ങനെ വെറുതെ പറഞ്ഞ് ഷൈൻ ടീച്ചർ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പിന്നെ ഇതൊക്കെ എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു നോക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും ആർക്കും ഒന്നും ഒളിച്ചു നോക്കാൻ പറ്റില്ല. അത് എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തു വരും, ഒരു സംശയവും വേണ്ട. അത് ജില്ലയിലെ CPM നേതൃത്വത്തിന് നന്നായി അറിയാം. അക്കാര്യം വളരെ നന്നായി അറിയാം. പക്ഷേ ഞങ്ങളാരും വസ്തുതാപരമായി തെളിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും, തെളിവില്ലെങ്കിൽ ഞങ്ങൾ പറയില്ല. അല്ല, അങ്ങനെ ആരും ഇടാൻ പാടില്ല. അച്ചടക്കം പാലിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ആരൊക്കെയാണ് ഇട്ടേക്കുന്നത്, എന്താണ് ഇട്ടേക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതേക്കുറിച്ച് നമ്മളൊരു പരിശോധന നടത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആരുടെയും മെക്കിട്ട് കയറാനുള്ള ഒരു ഉപകരണമല്ല, ആരെയും തെറി വിളിക്കാനുള്ള ഒരു ഉപകരണമല്ല. അപ്പം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിതൊന്നും ഇത് കാര്യമായി എടുക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ CPM നേതൃത്വം എത്ര സമയത്താണ്, ഏതെല്ലാം കാര്യങ്ങളിലാണ് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് CPM അല്ലേ ഈ സൈബർ ഹാൻഡിലുകളിൽ ഈ വസ്തുതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എത്ര ആരോപണങ്ങൾ നേതാക്കന്മാർക്കെതിരായി, അവരുടെ കുടുംബത്തിനെതിരായി എത്ര മോശമായിട്ടാണ് അവരെഴുതുന്നത്. ഉമാ തോമസിനെതിരായി എഴുതുന്നത്.
ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യക്കെതിരായി എഴുതുന്നത്, മക്കൾക്കെതിരായി എഴുതുന്നത്. ആരെ എഴുതിയത്? തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഡിവൈഎഫ്ഐയും CPM ആണ്. അവരതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പണി കോൺഗ്രസിനില്ല. എല്ലാ കാലത്തും ഒരു കാര്യം ഒളിച്ചു വെക്കാൻ കഴിയില്ല, എന്തെങ്കിലും അത് പുറത്തു വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അതിൻ്റെ പിന്നിൽ എല്ലാ കാര്യവും ഉണ്ട്. CPM ൽ തന്നെയുള്ള പടലപ്പണക്കൾ അതിനകത്ത് എല്ലാ കാര്യവും ഉണ്ട്. എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. ഈ അപവാദങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണോ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഈ ഉത്തരവുണ്ട്. എല്ലാ കാലത്തും ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. അത് എന്തെങ്കിലും ഒക്കെ പുറത്തു വരും. ഒരു സംശയം വേണ്ട. അല്ല, അടിസ്ഥാനമില്ലാത്ത കാര്യത്തെക്കുറിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ആയുധമാക്കി ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറയും. ഉറപ്പായിട്ടും പറയും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് പറയും. അതിനകത്തൊരു നിയന്ത്രണം ഉണ്ടാകും. സ്വാഭാവികമാണല്ലോ.